Hi everybody, this is Shweta. My name is Sundar and welcome to our Channel. It's time for the next scene from Bharatanatyam 2 Mohiniyattam. Yeah, let's watch it. അയാള് പോയോ? ഓ പോയി. അയാളിരുന്ന് ഓട്ടം. ആരാത്? അച്ഛൻ്റെ വയലേതൊരു മുഖേന. അമ്മേ, അച്ഛനോട് പേരെന്തായിരുന്നു? അച്ഛനോടെ കുട്ടിയമ്മ. അതെല്ലാരും വിളിക്കുന്ന പേരല്ലേ? ശരിക്കുള്ള പേര് മോഹേശ്വരി. അമ്മയ്ക്ക് അച്ഛനോടുള്ള ദേഷ്യം വരുമ്പോഴൊക്കെ മാറിയോ? ഓർക്കാൻ പറ്റുന്നൊന്നുമല്ല ചെയ്തത്. എന്നാലും അങ്ങ് പോയില്ലടാ. ഞാനങ്ങ് ക്ഷമിച്ചു. ഒരു തെറ്റല്ലേ? പോട്ടെ. It was just a mistake. ഒരു നാടിനെ മുഴുവൻ സോഫ്റ്റായിരുന്നു. നാട്ടുകാരെ പറ്റിച്ച പോരെ. തലവേദന വാർത്തില്ല. അയാൾ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അയാൾ പറയുന്നത് നമ്മളാരും തൊള്ളാണെന്ന് എന്റെ അഭിപ്രായം. അതുപോലെ ഈ കമ്മിറ്റിക്കാരെന്നൊക്കെ പറയുമ്പോ ബേബി ഒക്കെ ഇല്ലേ, അപ്പൊ അയാളുടെ അടുത്ത് ചോദിച്ചാ പോരെ? അയ്യോ വേണ്ട മോനെ, ഇപ്പൊ ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അതെ, ഈ കോവിഡ് ചിലവഴിക്കാൻ വേണ്ടി നമുക്ക് അങ്ങനെയാണ് പറഞ്ഞിട്ടെന്ന് വിചാരിച്ചാൽ മതി. ഒരു കുഴപ്പമില്ല, നമുക്ക് മാറ്റുന്ന വീട്ടിൽ പോകാം. ഒന്ന് പോയോന്ന്. അച്ഛനെ എന്റെ നാട്ടുകാരുടെ മുമ്പിൽ കള്ളനാക്കിയിട്ട് കൊടുത്താൽ ഞാൻ സമ്മതിക്കില്ല. അതിവിടെ ആരും സമ്മതിക്കില്ല. വേറെ ഇപ്പൊ എന്താ ചെയ്യാ? ഇങ്ങനെ എടുത്തു പിടിച്ചോന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായമൊന്നുമില്ല. ആലോചിച്ചിട്ട് അവിടെ പോകുന്നു ചേട്ടാ. അതെ ചോദിച്ചതാ. കൊടുത്ത ചിലവായിട്ട് ഏതെങ്കിലും സ്ഥലത്തിന് പോകണമായിരിക്കുമല്ലോ. ശശിയേട്ടന്റെ ആലോചന ഒന്ന് നിൽക്കുക. നിങ്ങൾ പുറത്തുള്ളവരെ സെറ്റിൽ ചെയ്ത് വിടുപോലെ ഞങ്ങളിവിടെ വല്ലപ്പോഴും പരിഗണിക്കും. ഞാനൊന്നും നിങ്ങളൊന്നും കണ്ണിൽ പോലും പെടുന്നില്ല എന്നൊരു എനിക്ക് തോന്നി തുടങ്ങി. Bad for him. കിടന്നോ? ഞാൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എല്ലാരുമായിട്ട് ചർച്ച നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഒറ്റ രാത്രി കൊണ്ട് മറിച്ചതാ. കണ്ണിൽ ഇരുട്ട് കയറി നിൽക്കുക. വിടോ, ഇതൊക്കെ ഇപ്പൊ കൊടുത്തില്ലെങ്കിലേ ജീവിതം മൊത്തത്തിൽ ഇരുട്ടിലാവും. എന്റത് വൈകിട്ട് എത്തിക്കാം. സത്യേട്ടന്റെ കാര്യത്തിൽ ഗ്യാരണ്ടി ഒന്നുമില്ല. ആൾക്ക് സ്ട്രെസ് എടുക്കാൻ വയ്യെന്നാ പറയണേ. ആയ കാലത്ത് അനുവദിച്ചിട്ടേ അതാരായാലും. ഗോവിന്ദ, നമുക്ക് ഈ മോഹൻദാസിനോട് ഈ 1.5 CR ഒന്ന് താഴ്ത്തി പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാലോ? നടന്നത് തന്നെ. It's already 1.5 only. എടാ, ഈ വരവൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ വല്ലത് കിട്ടുന്നതാണെങ്കിൽ ഐതിഹ്യത്തിന് പേരുള്ള മിച്ച സമ്മാനവും കൊടുത്ത് അതാ വഴിക്ക് ഇങ്ങനെ പോയി കിട്ടുകയും ചെയ്യും. മാത്രമല്ല, ഇപ്പൊ പണ്ടത്തെ പോലെ മോണോപ്പൊളി പരിപാടികളൊന്നുമില്ല. പിന്നെ ചോറൂണ്, വാഹന പൂജ, കല്യാണം, ഇതൊക്കെ കോമ്പറ്റീഷൻ നിൽക്കുന്ന അമ്പലത്തിലേക്കാ പോണേ. ഈ ജോലി പ്രേമമൊക്കെ സെറ്റപ്പ് ആക്കി തരുമെന്ന് ചോദിച്ചു വരുന്ന അയ്യോ പാവങ്ങളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പഴയ പ്രീമിയം ഭക്തന്മാരിൽ ഒരാള് പോലും നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ട് ബേബി പറഞ്ഞ പോലെ ഇതൊന്ന് ചവിട്ടാൻ പറ്റുമെന്ന് നോക്ക്. ഇല്ലെങ്കിൽ നിർത്താം. നിർത്തിയിട്ട് നമുക്ക് പോവാന്ന്. പോവാ. നിനക്കൊക്കെ ഉണ്ടാക്കിയത് വെച്ച് നീയൊക്കെ മക്കളെ പഠിപ്പിച്ചും നാട്ടിൽ സ്വത്തുണ്ടാക്കി കൂട്ടിയപ്പോഴേ ഞാൻ മൊത്തം ഇറക്കിയത് ഇവിടെയാ എന്ന് വെച്ച് ഞാൻ ആണെങ്കിലേ ഒറ്റയ്ക്ക് പറ്റത്തില്ല. അത് മനസ്സിലായോ? ഇനി ഫണ്ട് അറേഞ്ച് ആയില്ലെങ്കിൽ നമുക്ക് മുന്നിൽ വേറൊരു വഴിയുണ്ട്. And what is that? वही ना, उसके नाम पे डालने के लिए. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഭരതൻ നായരുടെ മണ്ടയിലിട്ടിട്ട് മാപ്പ് സാക്ഷി. നാട്ടുകാരെ പറ്റിച്ച കൂട്ടത്തിൽ നമ്മളെ പറ്റിച്ചെന്ന് പറഞ്ഞാൽ പോരെ? അയാളുടെ പേരിൽ അനുശോചന യോഗം തീരുമാനിച്ചത് താൻ തന്നെയല്ലേ? എന്നിട്ട് അയാൾക്കിട്ട് തന്നെ ഇങ്ങനെ ജാമ്യാലോ? അനുശോചനമൊക്കെ നടക്കട്ടെ. പുള്ളി അങ്ങനെ ലൈലായിട്ട് നിൽക്കുമ്പോ ഒരു പണിയങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ കത്തി കയറി കൊടുക്കും. അപ്പൊ അതിന്റെ സൈഡിൽ കൂടെ നമുക്കൊന്ന് സ്കൂട്ടാവാം. അങ്ങനെയൊക്കെ വേണം. വേണം. നിങ്ങൾ
നിൽക്കുന്ന സത്യനോടെ വച്ച കരകൾ വിറ്റിട്ടായാലും 2 ദിവസത്തിനുള്ളിൽ കാശുകൾ വരാൻ പറയും. ഇവിടെ अरे ये है ये सब मैसेज कर करके परेशान करेगा. നടക്കുന്നുണ്ടല്ലോ അല്ലേ? അയാളാ ആ നമ്പർ സേവ് ചെയ്തേക്കെ വിളിക്കാൻ എടുക്കണ്ട എണ്ടി टेंडी. കിട്ടിയില്ലേ ചുമ്മാ തൊഴിലേച്ച് പോവാതെ എന്തെങ്കിലും ചില്ലറയും കൂടെ ഇട്ടിട്ട് പോയി ശശി. നമ്മുടെ പ്രതാപകാലത്തായിരുന്നു ഇതിലൂടെയുള്ള ട്രാൻസാക്ഷൻ ഒക്കെ. ഇനി നിങ്ങളൊക്കെ വിചാരിച്ചാൽ എന്തെങ്കിലും നടക്കും. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടല്ലോ അല്ലേ? എപ്പൊ എത്ര നാളെ അങ്ങോട്ടേക്ക് അല്ലെ? ഇനിയിപ്പോ പെട്ടെന്ന് തീരുമാനമായി കഴിഞ്ഞാൽ ഞാൻ വരുന്നവരെ കാക്കണമെന്നില്ല. നൈസായിട്ട് ഇതിലോട്ട് തട്ടിയാൽ മതി. ഞാൻ സൗകര്യം പോലെ എടുത്തോളാം. വന്ന വഴി മറക്കതല്ലോ. എന്നാ പിന്നെ ഞങ്ങളങ്ങോട്ട് ഇതിന് എന്ന് പറയാൻ തമ്പുരാന് വാങ്ങിച്ചെടുത്ത കാശിന്റെ പകുതി പോലും അവർക്ക് കൊടുത്തില്ല. കഴിഞ്ഞു. എന്റെ മോള് തട്ടിച്ചെടുത്ത കാശിന്റെ ഉത്തരവാദിത്വം കാണിക്കും. തോന്നിയാസം പറഞ്ഞാലേ ചവിട്ടി എല്ലൊടിക്കുന്ന അയച്ചുവിടെ എനിക്ക് മാത്രമല്ല പറഞ്ഞയച്ച നിനക്കും കയറിപ്പോയ ഔട്ടുണ്ട് ഉത്തരവാദിത്വം. ഒന്നറിയാൻ അന്വേഷിച്ചു നോക്കും നിന്റെ മകൾക്ക് അവിടെ വല്ല കുറ്റിയുണ്ടോ. പ്ലാൻ ചെയ്ത് സ്കൂട്ടായതായിരിക്കും രണ്ടും കൂടെ. ആ റൂട്ട് പിടിക്കുന്നതായിരിക്കും സേഫ് എന്ന് അവർക്ക് തോന്നി കാണും. നീയൊക്കെ ഇവിടെ പട്ടിയെ പോലെ കടന്ന് കരഞ്ഞു മെഴുകുന്നല്ലാതെ അവിടെ ചെന്ന് അന്വേഷിച്ചെത്താനുള്ള വക്കീലാന്ന് അവർക്കറിയാം. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ദിവസം കൂടി നോക്കും. അതിനിടയ്ക്ക് എന്റെ മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയില്ലെങ്കിൽ നീ എന്തിയോടാ നാരി? എന്റെ രോമത്തിൽ പോലും നിനക്ക് തൊടാൻ പറ്റില്ല. ശശിധരൻ തൃക്കേട്ട സരസ്വതി ശ്രീലത ശാന്തി അതൊന്നുമില്ല. सबके नाम पे कुछ ना कुछ डोनेशन का लिखा हुआ है. अरे वो उनकी मम्मी है. अब समझो ऐसे क्यों देख रहा था. क्यों देख रहा था? सब लोग उसको देख रहे थे मतलब. എനിക്കെന്തോ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ നല്ല പരിചയവും हाँ इसलिए बोला था. അതുപോലെ തോന്നിനേനു. അവിടെ അമ്പലത്തിൽ ചെന്ന് കണ്ടതും പിന്നത്തെ എഴുതും ഒക്കെ കൂടെ നോക്കുമ്പോ അയാൾ പറഞ്ഞിടത്തേക്ക് കാര്യങ്ങൾ വന്നത്. ഇനി ഇത് തള്ളിക്കളയണേ. നമുക്ക് അച്ഛൻ അത്ര വിശ്വാസമായിരിക്കണം. അതിപ്പോ തള്ളിക്കളയണ്ട. ഇവരല്ലേ ആള് ചിലർക്ക് ഉള്ളിവല്ലേട്ടാ. ഈ പെരുമാറുന്നത് ഏതാണെന്ന് നിന്നെ കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വലിയ കമലാസനാണ്. വീട്ടിലെ കൊണ്ട് ഗോവിന്ദരാജെ കൊണ്ട് വലിയ ശല്യായിരിക്കാന്നേ. എന്തായി എന്തായി ചോദിച്ചു രുക്മിണിയമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ഒന്ന് രണ്ട് പറഞ്ഞ് ഞങ്ങളെ ഉറപ്പിച്ചായിരുന്നു. ഞാൻ പറയുന്നത് ബേബിയേട്ടിനെ വിളിക്കുന്നതിൽ തെറ്റില്ല. കാര്യങ്ങൾക്ക് വ്യക്തത ഉണ്ടാവും നല്ലതല്ലേ. അയ്യോ ശശി അത് വേണ്ട. അവര് ഭയങ്കര പ്രശ്നക്കാരാ. പണ്ട് അമ്പലത്തിനും നാട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാന്ന് പറഞ്ഞ് അച്ഛനൊരു 30 ലക്ഷം ഉറുപ്പ്യ എവിടുന്നല്ലോ ഒപ്പിച്ച് കൊടുത്തില്ലേനു. അതിന്റെ പുറത്ത് പിന്നെ കേസും കൂട്ടുമായി. അങ്ങനെ പിന്നെ നമ്മള് വീട് വിറ്റിട്ട് വാടക വീട്ടിലേക്ക് വരേണ്ടി വന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോ അവർ അച്ഛനെ പഠിക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല. എന്റെ ഒരു തോന്നലാണ്. ശശി നാളെ നമ്മൾ എന്താ ചെയ്യണ്ടേ? അറിയില്ല. എല്ലാവരും കൂടെ ആലോചിക്കാം. ഞാനായിട്ടൊരു തീരുമാനം എടുത്തിട്ട് ഇവിടെ അവർക്കൊരു വിഷമം ഉണ്ടാകണ്ട. ശശിയേട്ടൻ ഫീലായി ഉണ്ടാവൂലേ? ശശിയുടെ മാത്രമല്ല എല്ലാവർക്കും.
സഹായിക്കണമില്ല. നമ്മുടെ വിഷമം കൊണ്ട് അവർ സിമ്പിളായിട്ട് എടുക്കണ കൂടുതൽ കൂടിയാണ്. അവര് ദേഷ്യത്തിൽ പറഞ്ഞതാ. നാളെ അയാൾ എന്താ പറയാ? എല്ലാം കൂടെ അവിടെ അടിച്ചോണ്ട് പോകേണ്ടത് മതി. सबके लगे पड़े हैं। अभी ये बंदा है ना, he is a very much fishy guy. സെക്യൂരിറ്റി പണിയൊന്നുമില്ലല്ലോ, സമാധാനമായിട്ട് അവിടെ ഉറങ്ങിക്കൂടെ? എന്തൊരു ബഹളായിരുന്നു ഇന്നലെ രാത്രി. എന്താ വിഷമത്താണോ? ബിസ്ക്കറ്റ് തീർന്നു. വാശിയാണോ? എന്താ ഇതിന്? സുമയുടെ ബിസ്ക്കറ്റ് എന്താ വാങ്ങിക്കാത്ത? അത് മറന്നുപോയി. കാലത്തെന്താ കഴിക്കാൻ? ഇടയിൽ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാ. എന്നിട്ട് മാവ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. क्या कर रहा है ये? फेंक रहा है बैटर। എന്നാ ഗോതമ്പ് ദോശ ഉണ്ടാക്കാം. മതിയോ? पागल है ये। ശരിയല്ലോ, എനിക്കതും കൂടെ. പട്ടിയല്ല സിംബ. अच्छा उसके लिए ना बिस्किट मिला, इसलिए खाना नहीं बनेगा घर पे। बाप रे बाप, he is crazy। ബാബാ 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 ബാബൻ പറഞ്ഞ പരിപാടി കുറിച്ചോളാം. Okay. രക്ഷപ്പെടാൻ ആ ചട്ടം പെട്ടെന്നായിക്കോട്ടെ ഞാൻ വിചാരിച്ചു. തലവാങ്ക് പിടിയാണ്ട മെറ്റീരിയൽസ് ഒക്കെ വിചാരിച്ചാ സംഖ്യ വേണ്ടായിരുന്നു. നീ കുറച്ച് കഴിഞ്ഞിട്ട് നാളെ പോയി വീട്ടിലോട്ടോ. വളരെ നോക്കണോ? ഞാൻ വരാം. ഇടയ്ക്ക് കണ്ടതല്ലാതെ ഇതുവരെ പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. सुबह सुबह വാതിലൊക്കെ ഇങ്ങനെ തുറന്നിട്ട് കള്ളന്മാരാരെയും കയറത്തില്ലേ? എന്തായി ചർച്ചയൊക്കെ ചെയ്ത് തീരുമാനത്തിലെത്തിയോ? അല്ല ഗോവിന്ദ, അങ്ങനെ 1-2 ദിവസം കൊണ്ട് തീരുമാനത്തിലെത്താൻ പറ്റിയൊരു കാര്യമല്ലല്ലോ ഇത്. അല്ല, പക്ഷെ നമുക്ക് സമയമില്ലല്ലോ. അപ്പൊ എന്താ ചെയ്യാ? अभी जरा के नाश्ता करेगा क्या? ഇത്രയും വലിയ തുക തരാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ നമുക്ക് മറ്റേ ഓപ്ഷൻ നോക്കിയാലോ? നിങ്ങൾക്ക് ചെല്ലാൻ നോക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. ചർച്ചകളൊക്കെ എപ്പോഴും വെളുപ്പം കാലത്താക്കുന്നതാണ് നല്ലത്. ഇലയെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ദിവസം ഒന്ന് പോകും. അതുകൊണ്ടല്ല, ശശിയുടെ കൂടിയില്ല. എവിടെ പോയി? അമ്പലത്തിൽ കുളിച്ചോടാൻ പോയി. വരട്ടെ. അല്ലെങ്കിൽ സംസാരം നമ്മൾ തമ്മിലാണല്ലോ. ഗോവിന്ദ, നിങ്ങളും മൂപ്പരും തമ്മിലുള്ള ഒരു ഇടപാടും എനിക്കറിയില്ല. ആകെ കൂടെ ഒരു വാഴ വീട് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത്. അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്നതിന് 10-1 തരാൻ പോലും എനിക്ക് യാതൊരു നിവൃത്തിയുമില്ല. അതിനിപ്പൊ നിങ്ങളുടെ വാടക വീട്ടിലല്ലല്ലോ. അത് തരാനും കൂടെ എനിക്ക് തന്നതാ. അപ്പൊ ഇവരെ കൊണ്ട് തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കും. എനിക്കറിയാം, ഒരാഴ്ചയിലേ ആയുള്ളൂ. മേടിച്ച് അതേ വിലക്ക് തന്നെ വിൽപ്പിക്കാം. ആളെ ഞാൻ കൊണ്ടുവരാം. മര്യാദയുടെ ഭാഷയിൽ പറഞ്ഞതാ. നിങ്ങളെയൊക്കെ കാരണവന്മാര് ചാകുന്നതിന് മുമ്പായിട്ട് കൊള്ളരുതായ്മയ്ക്ക് ഞങ്ങളാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപകാരം ഉണ്ടെന്ന് എന്താ ഇവരുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇല്ലെങ്കിൽ നിങ്ങളാ സാക്ഷിക്കുന്നത്.
ഗോവിന്ദനെ വെറുതെ പ്രകോപിപ്പിക്കല്ലേ? ഇത് ആരാ പറഞ്ഞേ? അതെ, എന്നോട് കഥ ഇറക്കാൻ നിൽക്കല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്കും അറിയാൻ ചിലതൊക്കെ. ഭരതൻ നായർ ഈ രണ്ടെണ്ണം ഇവിടെ കിടന്ന് ചീഞ്ഞ അളിയും കാണണോ? സമയം എനിക്ക് ഇല്ല പെണ്ണുപിള്ള. അതിലേക്ക് കഴുത്തിന് അറിയുള്ളത് എന്നിട്ട് 2 ദിവസം കൊണ്ട് ബാക്കി ആലോചിക്കും. അയ്യോ അപ്പൊ ഇതാണ് ഭരതൻ നായർ പറഞ്ഞ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. 2 ഭാര്യ 4 മക്കൾ. നിങ്ങളുടെ പ്രാന്ത് മാറിയതല്ലേ? എനിക്കിനി പണിയെടുക്കണം. ഭരതൻ നായരുടെ ഇപ്പോഴത്തെ കഥയും ഈ ഹിസ്റ്ററിയും ചേർത്ത് വിട്ടാൽ മതി. ബാക്കിയുള്ള മസാലകളൊക്കെ ചേർത്ത് നാട്ടുകാരങ്ങ് തേച്ച് പിടിപ്പിച്ചോളൂ. പിന്നെ എല്ലാവരും കൂടെ ചേർത്ത് വറുത്തെടുത്തോളൂ. പ്രാണുകൾക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ. ഇനി ഞാൻ ഉച്ചയായിട്ട് സംസാരിക്കും. അയാൾ പല നാട്ടിൽ പോയി നാട്ടുകാരെ പറ്റിച്ച് പെണ്ണും കെട്ടി കുട്ടികളെ ഉണ്ടാക്കി. Okay, it's gonna slap. मार दे. അയ്യോ മോളെ, എനിക്ക് അടുക്കളയിൽ ഒരുപാട് പണിയുണ്ട്. വൈകുന്നേരം കൊടുത്താൽ ഞാൻ ചെയ്തുതരാം. അല്ല, ഇന്ന് പരീക്ഷ ഉള്ളതാ. ഈ ടൈറ്റ് വെച്ചിട്ട് എഴുതാനാവില്ല, അതുകൊണ്ടാ. പ്ലീസ്. അയ്യോ, പണിയില്ലെങ്കിൽ ഞാൻ പറയോ, ഞാൻ ചെയ്തുതരൂലേ. അല്ലെ, അതിന് പണി ചെയ്തോ. അതൊക്കെ അതിന്റെ പണിയെടുക്കട്ടെ. ഇത് ഞാൻ ചെയ്തോ. അയ്യോ, അത് വേണ്ട. മോളിൽ ഇരിക്കെ, ഞാൻ ചെയ്തോണ്ട് തരാം. ഇവിടെ തന്നെയായിരുന്നു. ഞാൻ ശരിയാക്കി തരാം. അപ്പൊ കൂട്ടുകാരി ഇരിക്കുന്നുണ്ട്. നിങ്ങളോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കട്ടെ. ഞാൻ പോരാം. We'll decide today. ये मरना जाए. ഇതെങ്ങനെയാണ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ശബ്ദം കൂട്ടിയേക്കും. പിന്നെ എല്ലാവരും ഇത് ആഘോഷമാണ്. ഈ പ്രദേശം ഇഷ്ടായോ? കൊള്ളാം, നല്ലൊരു സമാധാന അന്തരീക്ഷം. കൊടുത്തിട്ട് വരാം. പോയി വിട്ടോ. വിട്ടോ. I told you the comedy is gonna come and it started. Oh shit. एक पहले मेरे को फोटो तब जाके पता चला staring at her and everything. Oh God. Family is
God, and he has no clue now. Sushmita has no clue what happened. Oh God. I'm waiting for him to come home. His reaction. I want to see the But expression. is he alive or he's dead? I doubt, man. What thing? It's done. Crazy stuff. I'm excited for more scene now. So meanwhile, take care. Bye bye.